വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. സോ ഇന്ന് ഞാൻ വന്നിട്ടുള്ള എൻ്റെ വീട്ടിലെ ഹോം ടൂറാണ് കേട്ടോ. പിന്നെ ഞാൻ വിചാരിച്ചു ഹോം ടൂർ എടുക്കാം. അപ്പം ഇവിടെ നമുക്ക് ഇതിപ്പോൾ ഞാൻ ബാക്ക് സൈഡിലാണ് കേട്ടോ ഉള്ളത്. ഞാൻ ഇങ്ങനെ പോയി കാണിച്ചുതരാം. ഓക്കെ, ഇതിങ്ങനെ ഇവിടുന്ന് ഇങ്ങനെ കയറി കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ ഒരു കിച്ചൺ ഉണ്ടാവും, ഇവിടെ ഫ്രിഡ്ജ്, ഇവിടെ ഇങ്ങനെ ഒരു സാധനം, പിന്നെ ഇവിടെ ഇങ്ങനത്തെ ഒരു ഷോക്കേസ് പോലത്തെ സാധനം ഇങ്ങനെ ഉണ്ടാവും. അതിൻ്റെ ഉള്ളിലൊരു കിച്ചൺ ഉണ്ട്, ഇവിടെ ഒരു കിച്ചൺ ഉണ്ട് കേട്ടോ. ഇവിടെ ഫുഡ് ഐറ്റം ഇങ്ങനെ ഇവിടെ കുക്ക് ചെയ്യുന്ന സ്ഥലം, ഇവിടെയൊക്കെ ഇങ്ങനെ ആൾക്കാർക്ക് വന്നിട്ട് നിൽക്കാനുള്ള സ്ഥലം. പിന്നെ ഇവിടെ ആണ് കേട്ടോ ഡൈനിങ് ഏരിയ. ഇവിടെ ഡൈനിങ് ഏരിയ ആണ് കേട്ടോ. ഇതിൻ്റെ ഇപ്പുറത്ത് തന്നെ ഡൈനിങ് ഏരിയ ആണ്. ഇതിൻ്റെ നാല് ഒരു ദൂരത്തിലുണ്ട് ഇവിടെ ഡൈനിങ് ഏരിയ. ഇവിടെ നിന്ന് ഇങ്ങനെ തിരിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു ഹാൾ, ഇവിടെ ഒരു ഹാളുണ്ട്, അവിടെ ഒരു ഹാളുണ്ട്, ഒരാൾ അവിടെ ഇരിക്കുന്നുണ്ട്. ഇവിടെ ഒരു ഹാളുണ്ട്, ഇവിടെ ഒരു ഹാളുണ്ട്. അപ്പം ഇവിടെ നിന്ന് ഇങ്ങനെ കിച്ചണിൽ നിന്ന് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇവിടെ ഒരു വാഷ്റൂം ഉണ്ട്. ഇത് ഗസ്റ്റിന് യൂസ് ചെയ്യാൻ കേട്ടോ. അതുകൊണ്ട് വയസ്സ് പിന്നെ ഇവിടെ ഷൂ റാക്ക്, അത് ഇതൊക്കെ. പിന്നെ ഇത് സ്റ്റെപ്പാണ് കേട്ടോ. അപ്പുറത്ത് വേറൊരു സ്ഥലം. ഇവിടെ ഇങ്ങനെ ഒരു സ്ഥലം, ഇങ്ങനെ ബെഡ്. ഇത് ഉമ്മാവിൻ്റെ ഇപ്പത്തിൻ്റെ റൂമാണ്. ഇവിടെ ഒരു ബാത്റൂം, ഇവിടെ ഇങ്ങനെ ഒരു സാധനം, ഇവിടെ കട്ടിൽ, അലമാര, മിറർ, കണ്ണാടി. ഓക്കെ, ഇവിടെ നിന്ന് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇത് ഹാൾ തന്നെ കേട്ടോ. ഇവിടെ ഖുർആൻ അങ്ങനത്തെ കുറേ ഐറ്റംസ് ഉണ്ട്. ഇതാണ് കേട്ടോ എൻ്റെ കാക്ക. നിങ്ങൾ ആരെൻ്റെ വീഡിയോസിൽ കണ്ടിട്ടുള്ളത്? ഇതാണ് കേട്ടോ നമ്മൾ മൊത്തം ഫാമിലി. പിന്നെ ഇങ്ങനെ ഉണ്ട്. ഇവിടുന്ന് ഇവിടെ അങ്ങനത്തെ ഇത്. എന്നിട്ട് ഇവിടത്തേക്ക് ഈ റൂമിലേക്ക് വന്നാൽ കണ്ടോ, ഇതാണ് കേട്ടോ എൻ്റെ ഇക്കാക്കൻ്റെ റൂം. ഭയങ്കര നല്ല റൂമാണ് കേട്ടോ. ഇവിടെ കിടന്ന് വെയ്യ ഇറക്കുന്നത്. ഇവിടെ ഒരു ഭയങ്കര കുറച്ച് ഫർണിച്ചേഴ്സേ ഉള്ളൂ. ഒരു കണ്ണാടി, അലമാര, കട്ടിലി, ഒരു ടേബിൾ. ഇത് പണ്ടത്തെ ഇക്കാൻ്റെ റൂമാണ്. അതുകൊണ്ട് സ്റ്റഡി ടേബിളുണ്ട്. പണ്ട് ഇക്കാക്ക് ഒരു 10ാം ക്ലാസ് പഠിക്കുമ്പോഴുള്ളൊരു ഇതാണ് കേട്ടോ റൂമാട്ടോ. അപ്പം ഇവിടെ നിന്ന് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ മേലേക്കാട്ടോ. ഇവിടെയൊക്കെ പരിചയപ്പെടുത്തി. ഇവിടെ പിന്നെ പുറത്ത് ഇങ്ങനെ ഒരു സ്ഥലമാണ് കേട്ടോ. ഇത് കണ്ടോ. ഇനി നമുക്ക് മേലേക്ക് പോവാം. മേലത്തേക്ക് പോകുമ്പോൾ അപ്പുറത്ത് എൻ്റെ വീട് കാണാം കേട്ടോ. അതിനകത്തേക്ക് ഇനിയും വീടാണ്. ഇത് അപ്പുറത്ത് എൻ്റെ പുതിയ വീടുണ്ട് കേട്ടോ ഉണ്ടാക്കുന്ന. ഇവിടെ നിന്ന് കുറച്ച് സ്റ്റെപ്പ് കാണണ്ടേ. കണ്ടോ, ഇതിങ്ങനെ ഉണ്ടാവും. ഇങ്ങനെ പോകണം. ഇതാ. എന്നിട്ട് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇവിടെ ഒരു സ്റ്റഡി ഏരിയ, നമുക്ക് പഠിക്കാനുള്ള, നമ്മളെല്ലാവർക്കും പഠിക്കാനുള്ള. ഇവിടെ ഒരു കുട്ടികളുടെ ടോയ്സ്, പിന്നെ ബാഗ്, TV, ഇത് കമ്പ്യൂട്ടർ, ലാപ്ടോപ്പ്, ഒരു ഇത് ഷെൽഫ്, അതിലെല്ലാവരും സർട്ടിഫിക്കറ്റ്സൊക്കെ വെച്ചിട്ട്. പിന്നെ ഇപ്പുറത്തേക്ക് ഇവിടെ സർട്ടിഫിക്കറ്റ്സൊക്കെ വെച്ചിട്ട് ഇവിടെ പുറത്ത് ഇവിടെ സർട്ടിഫിക്കറ്റ് ഒക്കെ വെച്ചിട്ടാണ് കേട്ടോ. പിന്നെ ഇവിടെ 2 റൂമുണ്ട്. അത് ഒന്ന് ആമാൻ്റെ റൂം, ഇവിടെ ഉമ്മാൻ്റെ റൂമിൽ ഇവിടെ കയറിയോടെ ഒരു കണ്ണാടിയുണ്ട്. കയറിയോടെ കാണും ബെഡ്, സോഫ, ഒരു ഷെൽഫ്, ഒരു അലമാര. പിന്നെ ഇവിടെ ഒരു മറ്റേ ഡ്രസ്സിങ് റൂമുണ്ട് കേട്ടോ. ഇവിടെ ഇങ്ങനെ അവർക്ക്. നെക്സ്റ്റ് നമുക്ക് ആമൻ്റെ റൂമിൽ പോകാം. അതിങ്ങനെ ആയിരിക്കും. ആവാൻ റൂം അവിടെ ആണെങ്കിൽ അപ്പുറത്തുണ്ടായിരിക്കും. അപ്പുറത്ത് നമ്മൾ എസ്റ്റിൽ ഇടുന്ന സ്ഥലം കേട്ടോ. ഇവിടെ കല്ലുണ്ണിയൊക്കെ വരും കേട്ടോ. ഇവിടെ അങ്ങനെ ആരും നിൽക്കണമെന്നില്ല. അപ്പോൾ അവിടെ ഇസ്തിരി ഇടുന്ന സ്ഥലമാണ് കേട്ടോ. മെയിനായിട്ട് ഇവിടെ എല്ലാവരും വരുന്നതന്നെ ഇസ്തിരി ഇടാൻ. പിന്നെ ഷട്ടിൽ, അങ്ങനത്തെ കുറേ സാധനങ്ങൾ ഇവിടെ ഉണ്ട്. പിന്നെ സ്റ്റിച്ചിങ്ങിൻ്റെ ഇത്. ഓക്കെ, ഇനി ആമാൻ്റെ റൂം. ആമാൻ്റെ റൂം. ഇവിടെ കുറേ ലൈറ്റ്സ് ഉണ്ട് കേട്ടോ. നമുക്ക് ഇത് ഫുള്ളിടാം. ഇവിടെ കയറിവിടെ ഈ കട്ടിൽ കാണും. പിന്നെ അവിടെ ഒരു ടീപ്പോയി 2 ഉണ്ട്. പിന്നെ ഇവിടെ ഒരു സോഫ, ഒരു ടീപ്പോയും കൂടി. ഇവിടെ ഓരോ ഫോട്ടോസ്. പിന്നെ ഇവിടെ ഇങ്ങനെ ഒരു ഫോട്ടോസ്. ഇവിടെ കുറേ ലൈറ്റും ഡെക്കറേഷൻസൊക്കെ ഉണ്ട്. ഇവിടെ അലമാര. ഇത് പുറത്ത് കാഴ്ചകൾ കാണുന്നത് അങ്ങനത്തെ ഒരു സ്ഥലമാണ് കേട്ടോ. പിന്നെ ഇവിടെ ഡ്രസ്സിങ് റൂമാട്ടോ. എനിക്ക് ഈ ഡ്രസ്സിങ് റൂമിൽ വരാൻ ഇഷ്ടമാണ്. ഇത് ബാത്റൂമാണ് കേട്ടോ ഗൈസ്. ഈ ഡ്രസ്സിങ് റൂമിൽ കണ്ടു ഗൈസ്, നല്ല രസമാണ്. ഇവിടെ ഷോ ഏരിയ ഇത്. നെക്സ്റ്റ് നമുക്ക് ഇത്രയേ ഉള്ളൂ കേട്ടോ. എൻ്റെ സ്പേസ് ഇത്രയേ ഉള്ളൂ. നമുക്ക് ഇങ്ങനെ കാണുമ്പോൾ ഇതാണ്. ഇനി നമുക്ക് പുറത്തുനിന്ന് കാണാം ഗൈസ്. ഇവിടെ ഇത് പുറത്താണ്. എനിക്ക് അത് തുറക്കാൻ കഴിയില്ല, അതൊക്കെ കുഴപ്പം. ഇനി എനിക്ക് അതും കാണിച്ചു തരും. ഇവിടെ താഴെ പോകാൻ സിനിമ കേട്ടോ. ഓക്കെ,
ഇവിടുന്ന് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ എന്താ ഡോറ്, ഇത് ഹാളാണ് കേട്ടോ. ഇതിങ്ങനെ ഡോറ് വന്നു കഴിഞ്ഞാൽ ഇതൊരു ഗാർഡൻ ഗൈസ്. ഇതാണ് കേട്ടോ എൻ്റെ വീട് ഔട്ട്ലുക്ക്. ഗൈസ് ഇതിങ്ങനെ ഇങ്ങനെ ആട്ടെ. ഇത് ആ ഡോറാണ് ഞാൻ തുറക്കാൻ കഴിയില്ല പറഞ്ഞത്. ഇവിടെ സ്റ്റേഡിയം ഏരിയ കണ്ട് ഗൈസ്. ഇതാണ് കേട്ടോ എൻ്റെ വീട്. ഇങ്ങനെ ആരും എൻ്റെ അടുത്ത് ഹോം ടൂർ വയ്ക്കിയത്. ഇതാണ് കുറച്ച് കഷ്ടപ്പെടാൻ വിചാരിച്ച, പക്ഷേ സിമ്പിളായിരുന്നു. ഇവിടെ ഫുള്ള് ഗാർഡനാണ് കേട്ടോ. എനിക്ക് ഉപ്പാപ്പക്ക് എല്ലാവർക്കും ഇവിടെ ഗാർഡൻസ് ഇഷ്ടമാണ് കേട്ടോ. അവിടെ ജാമ്പക്ക മരമുണ്ട് കേട്ടോ. ഇവിടെ എന്തെല്ലാം മരമുണ്ട്, കാല് കൊള്ളുന്നു. ഇവിടെ ഒരു വണ്ടി ഉണ്ടായില്ല, ഇപ്പോൾ പോയിട്ടില്ല. ഒരു പാപ്പ എടുത്തിട്ട് പുറത്ത് പോയി. അതാണ് കേട്ടോ. ഇവിടെ കുറേ ബൈക്കുണ്ട്. ഇത് ഡൂക്കാണ് കേട്ടോ. ഡൂക്കിൽ ഇപ്പോൾ യൂസ് ചെയ്യലില്ല, ഇക്കാക്ക ഖത്തറിലുള്ളത്. പിന്നെ ഇത് സ്കൂട്ടർ, ഇത് ഉപ്പാപ്പ യൂസ് ചെയ്യുന്നുണ്ട്. അത് ബൈക്ക്, അതും ഉപ്പാപ്പ യൂസ് ചെയ്യുന്നുണ്ട്. ഈ ബൈക്ക് ഇപ്പോൾ പണ്ട് യൂസ് ചെയ്യുന്നുണ്ട്, ഇപ്പോൾ യൂസ് ചെയ്യുന്നുണ്ട് അറിയില്ല. പിന്നെ ഇവിടെ ജാക്ക് ഫ്രൂട്ട് മരമുണ്ട് കേട്ടോ. അപ്പുറത്താണ് കേട്ടോ എൻ്റെ വീട്. അവിടെ തന്നെ ഞാൻ നട്ടൊരു തെങ്ങുമുണ്ട്. കണ്ടോ അവിടെ ഞാൻ നട്ട തെങ്ങ് ഇതാണ് കേട്ടോ. ഇതാണ് കേട്ടോ എൻ്റെ ഹോം ടൂർ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതൊക്കെ ഇൻട്രസ്റ്റിംഗ് വീഡിയോസ് സബ്സ്ക്രൈബ് ചെയ്യാത്ത ബൈ. സീ യു.